പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ 2025 ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ കൊച്ചി ലേ മെറിഡിയൻ ഹോട്ടലിൽ നടക്കും. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1600-ലധികം മലയാളികൾ പങ്കെടുക്കും. 9 പ്രവർത്തന മേഖലകളിൽ നിന്നായി ഗ്ലോബൽ മലയാളി രത്ന പുരസ്കാരവും ഗ്ലോബൽ മലയാളി സൗന്ദര്യ മത്സരവും കേരള വ്യവസായ നിക്ഷേപക മേളയുമടക്കം ആകർഷകമായ കലാപരിപാടികളാണ് 3 ദിവസത്തെ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുള്ളത്. ശാസ്ത്രം, സാങ്കേതികവിദ്യ, വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ്, സാമ്പത്തിക ശാസ്ത്രം, കല, നാടകം, സാമൂഹ്യ സേവനം, രാഷ്ട്രീയ പ്രവർത്തനം എന്നീ മേഖലകളിലാണ് ഗ്ലോബൽ മലയാളി രത്ന പുരസ്കാരം നൽകുക. ഗ്ലോബൽ മലയാളി സൗന്ദര്യ മത്സരത്തിൽ ഏത് രാജ്യത്തു നിന്നുമുള്ള മലയാളി പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഒരു ഗ്ലോബൽ ഫെസ്റ്റിവൽ കേരളത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. 2025 ഓഗസ്റ്റ് 14, 15, 16 തീയതികൾ. പുതിയ വിദേശ രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്ന് പോയ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന 2, 3, 4, 5 തലമുറകൾ ഇപ്പോൾ ആയിട്ടുണ്ട് പല രാജ്യങ്ങളിലും. അങ്ങനെയുള്ള നമ്മുടെ മലയാളി കുട്ടികളെ അല്ലെങ്കിൽ തലമുറയെ കേരളവുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ എന്ന ഈ ഹെഡിങ്ങിൽ നമ്മളൊരു പരിപാടി ഇവിടെ വെച്ച് നടത്താൻ പോവുകയാണ്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളി സമൂഹത്തിന്റെ പരസ്പരമുള്ള കെട്ടുറപ്പ് വർദ്ധിപ്പിക്കാനും കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക നിക്ഷേപക രംഗങ്ങളിൽ പ്രവാസി മലയാളികളുടെ സംഭാവന വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചാണ് ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ നടത്തുന്നത്. പുതുതലമുറ മലയാളികളെയാണ് ഫെസ്റ്റിവലിലേക്ക് പ്രതീക്ഷിക്കുന്നത്. പ്രതിനിധികളുടെ എണ്ണം നിജപ്പെടുത്തിയതിനാൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണന നൽകുക. യൂത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ഈ ഗ്ലോബൽ രത്ന അവാർഡിലും എൻ്റെ ഒരു ക്രൈറ്റീരിയയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ യങ് ഇന്നോവേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ടെക് അവാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടർ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും. അപ്പം രാഷ്ട്രീയ പ്രവർത്തനമൊന്നുണ്ട്, പൊളിറ്റിക്കൽ ഇതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മലയാളികൾ പല മേഖലകളിലും ഇപ്പോൾ പല വിദേശ രാഷ്ട്രങ്ങളിലും മുഖ്യധാരയിൽ തന്നെ മിനിസ്ട്രിയൽ തലത്തിൽ വരെ ഇപ്പോൾ ന്യൂസിലാൻഡിലൊക്കെ നിങ്ങൾക്കറിയാം, അമേരിക്കയിലുണ്ട്, UK-യിലുണ്ട്. പല മേഖലകളിലും വളരെ കാര്യങ്ങൾ അവിടെ ചക്രം ചലിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ രാജ്യതന്ത്രം കയ്യിൽ മലയാളികളുടെ വലിയ ഒരു ശക്തിയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ അത്തരം മലയാളികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. കേരള ഹിസ്റ്ററി മ്യൂസിയവും പ്രായമായവർക്കായി ലക്ഷറി ഹോംസും ഒരുക്കാനും സംഘടനയ്ക്ക് പദ്ധതിയുണ്ട്. വാർത്താസമ്മേളനത്തിൽ CEO ആൻഡ്രു പാപ്പച്ചൻ, COO ഡോക്ടർ ജോർജ് കാക്കനാട്, MD അബ്ദുള്ള മഞ്ചേരി, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രകാശ് മാത്തൻ, ഡയറക്ടർ അനീഷ് കരിന്നാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ജീവൻ ന്യൂസ്